ഇസ്ലാമാബാദ് പാകിസ്ഥാനിലെ ഖൈബർ പക്തുൻഹ്വ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ബോംബാക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെട്ടു. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം. തിറ താഴ്വരയിലുള്ള മത്രേദാര ഗ്രാമത്തിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ 8 LS-6 ബോംബുകൾ വർഷിക്കുകയും ഇത് കൂട്ടക്കൊലയ്ക്ക് വഴിവെക്കുകയുമായിരുന്നു. മരിച്ചവരിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നു പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികളടക്കം നിരവധി മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കടിയിൽ മൃതദേഹങ്ങൾക്കായി രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നത് തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. ബോംബ് സ്ഫോടനങ്ങളിൽ ഗ്രാമത്തിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും നശിച്ചു. താലിബാൻ ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ വ്യോമസേന ബോംബിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരായ ഗ്രാമവാസികളാണ്. ഹമാസിനെ ഇല്ലാതാക്കുമെന്നും ലക്ഷ്യം നേടുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ബന്ധികളെ മോചിപ്പിച്ച് തിരികെ എത്തിക്കും. ശത്രുക്കളെ കീഴടക്കുന്ന ഒരു പോരാട്ടത്തിലാണ് നമ്മൾ. ഇറാനിയൻ അച്ചുതണ്ടിനെ നശിപ്പിക്കണമെന്നും അത് ചെയ്യാൻ നമുക്ക് ശക്തിയുണ്ടെന്നും ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിനെ അഥവാ IDF-നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും വർഷത്തിൽ നമ്മുടെ മുന്നിലുള്ളത് ഈ ലക്ഷ്യമാണ്. നമ്മുടെ എല്ലാ യുദ്ധലക്ഷ്യങ്ങളും കൈവരിക്കാൻ നമ്മൾ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ ഉന്മൂലനം പൂർത്തിയാക്കണം. നമ്മുടെ ബന്ധികളെ മോചിപ്പിച്ച് ഗാസ ഇനി ഇസ്രയേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കാനും കഴിയണം. സുരക്ഷയ്ക്കും വിജയത്തിനും സമാധാനത്തിനും അവസരങ്ങൾ തുറക്കണം. ഇത് ഇസ്രയേലിന്റെ സുരക്ഷയിൽ ഒരു ചരിത്ര വർഷമാകും, നെതന്യാഹു പറഞ്ഞു. ഇത് സുരക്ഷയുടെയും വിജയത്തിന്റെയും ഐക്യത്തിന്റെയും വർഷമാകട്ടെ എന്നും നെതന്യാഹു പറഞ്ഞു. IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് എന്നിവരോടൊപ്പമായിരുന്നു IDF ജനറൽ സ്റ്റാഫ് ഫോറത്തെ നെതന്യാഹു സന്ദർശിച്ചത്. ഭീകരർക്കെതിരെ എന്ന പേരിൽ മുൻപും ഖൈബർ പക്തൂൻഖ്വയിൽ പാകിസ്ഥാൻ സൈന്യം ബോംബാക്രമണം നടത്തിയും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആദ്യവും ജൂണിലും ഖൈബർ പക്തൂൻഖ്വയിൽ ആവർത്തിച്ചുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. പാകിസ്ഥാനിലെ സിവിലിയൻ ജീവിതത്തോടുള്ള ഭയാനകമായ അവഗണനയുടെ സൂചനയാണ് ഖൈബർ പക്തുൻഖ്വയിലെ ആക്രമണങ്ങളെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ ആരോപിച്ചിരുന്നു. CPM നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണ കേസിൽ ചോദ്യം ചെയ്യലിനു ഹാജരാകണമെന്ന് 1-ാം പ്രതി CK ഗോപാലകൃഷ്ണന് പോലീസിന്റെ നിർദ്ദേശം. കോൺഗ്രസ് പറവൂർ മണ്ഡലം സെക്രട്ടറിയായ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തിയ ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിവേദിച്ചത്. ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്നാണ് പോലീസ് ഭാഷ്യം. വീട്ടിൽ നിന്ന് ഗോപാലകൃഷ്ണന്റെ ഫോൺ കണ്ടെടുത്തുവെന്നും വിശദ പരിശോധനയ്ക്ക് അയക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി. ഗോപാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നാണ് തനിക്കെതിരായ വ്യാജ പ്രചാരണം ആരംഭിച്ചതെന്നാരോപിച്ച് ഷൈൻ നൽകിയ പരാതിയിൽ എറണാകുളം റൂറൽ ജില്ലാ സൈബർ പോലീസാണ് കേസെടുത്തത്. ഗോപാലകൃഷ്ണൻ 1-ാം പ്രതിയും യൂട്യൂബറായ KM ഷാജഹാൻ 2-ാം പ്രതിയുമാണ്. ഇവർക്ക് പുറമെ യൂട്യൂബറായ കൊണ്ടോട്ടി അബുവിനെ ഇന്ന് കേസിൽ 3-ാം പ്രതിയായി ഉൾപ്പെടുത്തി. യൂട്യൂബ് ചാനലിലൂടെ അപവാദ പ്രചാരണം നടത്തിയതിനാണ് കേസ്. മെട്രോ വാർത്ത പത്രത്തിനെതിരെയും കേസുണ്ട്. ഷൈനിനും വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനുമെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ തുടർന്ന് പോലീസ് കഴിഞ്ഞ ദിവസം ഇരുവരുടെയും മൊഴിയെടുത്തിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ തനിക്കെതിരെ അവഹേളനപരമായി വന്ന ലിങ്കുകളും മറ്റും ഷൈൻ പോലീസിന് കൈമാറിയിരുന്നു. സമൂഹമാധ്യമ കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തേടിയിരിക്കുകയാണ് പോലീസ്. അതിനിടെയാണ് ഗോപാലകൃഷ്ണനു വേണ്ടി തിരച്ചിൽ നടക്കുന്നത്. കേസെടുത്തതിനു പിന്നാലെ ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയിരുന്നു. താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും സമൂഹമാധ്യമങ്ങളിൽ വന്ന വീഡിയോ ഷെയർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നും അതിൽ ഷൈനിനെ പേരെടുത്ത് അപമാനിച്ചിട്ടില്ലെന്നും കേസെടുക്കുന്നതിന് തൊട്ടുമുൻപ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗകാരണമാകുന്ന അമീബ ശരീരത്തിൽ കടക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ പഠനങ്ങൾ നടത്തിയ ആരോഗ്യ വിദഗ്ധർ വായുവിലൂടെ അമീബ ബാധിക്കാൻ സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. അമേരിക്കയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി അടിസ്ഥാനത്തിലാണ് ചർച്ചകളും വിലയിരുത്തലുകളും. തിരുവനന്തപുരത്ത് രോഗബാധിതരായി ചികിത്സയിലുള്ള കൂടുതൽ പേർക്കും മുൻപ് കണ്ടുവരുന്ന രീതിയിലല്ല രോഗബാധ ഉണ്ടായിരിക്കുന്നതെന്നാണ് അധികൃതരെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. വെള്ളത്തിലുള്ള നൈഗ്ലേരിയ ഫൗളറി വിഭാഗത്തിൽപ്പെടുന്ന അമീബ മൂക്കിലൂടെ തലച്ചോറിൽ പ്രവേശിച്ച് രോഗബാധയുണ്ടാക്കുന്നു എന്ന പൊതുധാരണയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചികിത്സയിലുള്ളവർക്ക് ഇത്തരത്തിൽ രോഗബാധയ്ക്കുള്ള ഒരു പശ്ചാത്തലവും ഇല്ല എന്നുറപ്പിച്ചതോടെ പുതിയ സാധ്യതകൾ പരിശോധിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ. എന്തെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ കൂടുതലായി നൽകേണ്ടതുണ്ടോ എന്നതുൾപ്പെടെ വരും ദിവസങ്ങളിൽ തീരുമാനമെടുക്കും. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് PAM
മറ്റുള്ള ഗ്രാനുലോമാറ്റസ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നിങ്ങനെ 2 തരം രോഗങ്ങളാണുള്ളത്. ഇതിൽ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ആണ് കൂടുതൽ അപകടകാരി എന്ന നിഗമനത്തിലാണ് ആ വിഭാഗത്തിൽ കൂടുതൽ പഠനങ്ങളും മറ്റും നിലവിലുള്ളത്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന നൈഗ്ലീരിയ ഫൗളറിയാണ് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണം. കുളങ്ങൾ, തടാകങ്ങൾ, നദികൾ എന്നിവയിലുള്ള വെള്ളത്തിലുള്ള അമീബ തലച്ചോറിലെത്തി കോശങ്ങളെ നശിപ്പിച്ച് നീർവീക്കമുണ്ടാക്കി മരണകാരണമാവുകയാണ്. സംസ്ഥാനത്ത് കുട്ടികൾക്കുൾപ്പെടെ നിരവധി കേസുകൾ ഈ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നൈഗ്ലീരിയ ഫൗളറിക്ക് പുറമെ അക്കാന്ഥാമീബ, സാപ്പിനിയ, ബാലമുത്തിയ എന്നീ അമീബകളും രോഗത്തിന് കാരണമാകുന്നുണ്ട്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേരിയ പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ അമീബ തലച്ചോറിൽ കടക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. 97% മരണനിരക്കുള്ള രോഗമാണിത്. കൊച്ചുകുട്ടികളുടെ തലയൊട്ടി വേണ്ട രീതിയിൽ കട്ടിയില്ലാതെ വരുന്നതിനാൽ അവരിൽ രോഗം കൂടുതലായി കാണപ്പെടുന്നു. രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. നൈഗ്ലീരിയ ഫൗളറിക്ക് കടൽ വെള്ളത്തിൽ നിലനിൽപ്പില്ല. 45.8 ഡിഗ്രി സെൽഷ്യസ് ചൂടുവരെ മനുഷ്യ ശരീരത്തിൽ ഇത് നിലനിൽക്കും. കൂടുതലായും വേനൽക്കാലത്താണ് രോഗബാധ വർദ്ധിക്കുന്നത്. ചൂടുള്ള വെള്ളത്തിൽ കാണുന്ന സയാനോ ബാക്ടീരിയയാണ് അമീബയുടെ ഇഷ്ടഭക്ഷണം. ആഗോളതാപനം വെള്ളത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുകയും അമീബയ്ക്ക് വളരാൻ അനുകൂല സാഹചര്യം ഉണ്ടാക്കുകയും വേനൽക്കാലത്ത് ആളുകൾ കൂടുതലായി കുളങ്ങളിലും മറ്റും കുളിക്കുകയും ചെയ്യുന്നതാണ് രോഗബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത്. രോഗാണുബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, ജന്നി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട്, സ്വബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതര അവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. ഗ്രാനുലോമാറ്റസ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാൽ തീർത്തും വിഭിന്നമായ തരത്തിലാണ് ഗ്രാനുലോമാറ്റസ് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന അക്കാന്താമീബിക് കിലാറ്റോ കഞ്ചങ്ക്റ്റിവൈറ്റിസ് അമീബ ബാധിക്കുന്നത്. കണ്ണിന്റെ നേത്രപടലത്തിലൂടെ നേരിട്ട് കേന്ദ്രനാഡീവ്യൂഹത്തിലേക്ക് അമീബ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇതിനു പുറമെ വായുവിലൂടെ ശ്വാസകോശം വഴിയും ത്വക്കിലൂടെയും അമീബ ഉള്ളിൽ കടന്നേക്കാമെന്നാണ് കണ്ടെത്തൽ. അക്കാന്തീമീബിയ സർവ്വവ്യാപിയാണ്. വെള്ളത്തിൽ മാത്രമല്ല പൊടിപടലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ അമീബകൾ മൂക്കിലൂടെയും തൊലിപ്പുറത്തുകൂടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. രക്തത്തിലൂടെയോ മൂക്കുവഴിയോ ഇവ മസ്തിഷ്കത്തിൽ എത്തുകയും രോഗമുണ്ടാകുകയും ചെയ്യും. വെള്ളമുള്ള വെള്ളം ആവിയായി മൂക്കിലേക്ക് വലിച്ചു കയറ്റിയാലും അക്കാന്തമീമിക് കാരണമുള്ള മസ്തിഷ്ക ജ്വരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വെള്ളത്തിലിറങ്ങുന്നവരുടെ ശരീരത്തിലെ തിരിച്ചറിയാൻ പോലും ആകാത്ത മുറിവിലൂടെ അമീബ തലച്ചോറിലെത്താൻ സാധ്യതയുണ്ട്. വെള്ളവുമായുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടാകുമ്പോൾ അതിനു കാരണം നൈഗ്ലീരിയയാണെന്ന് ഉറപ്പിച്ചു പറയാനാകില്ല. അക്കാന്താമീബയോ സാപ്പിനിയയോ ബാലമുത്തിയോ ത്വക്കിലൂടെയും ഉള്ളിൽ കടന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് കുട്ടികളെയും ചെറുപ്പക്കാരെയുമാണ് കൂടുതലായി ബാധിക്കുന്നത്. എന്നാൽ ഗ്രാനുലോമാറ്റസ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എല്ലാ പ്രായപരിധിയിലുള്ള ആളുകളെയും ബാധിക്കും. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെയാകും അമീബ കൂടുതലായി ആക്രമിക്കുക. ഏത് കാലാവസ്ഥയിലും ഗ്രാനുലോമാറ്റസ് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചെങ്കണ്ണ, ത്വക്കിലെ അൾസർ തുടങ്ങിയവയും ഇതിന്റെ ലക്ഷണങ്ങളാണ്. നട്ടെല്ലിൽ നിന്ന് സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത്. PCR പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കും. അമീബയ്ക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാക്കാൻ സാധിക്കുന്നത്. ചെറിയ കുട്ടികളുടെ ഒറ്റത്തിലേക്ക് നേരിട്ട് വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കുക. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക. മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക. മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസിൽ ക്ലിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പേരൂർക്കട SCP ക്യാമ്പിലെ പോലീസ് ട്രെയിനി വിതുര, പേപ്പാറ, കരിപ്പാലം അരവിന്ദ് ഭവനിൽ ആനന്ദ് 25 ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട് തള്ളി കുടുംബം. ക്യാമ്പിൽ ജാതി വിവേചനമോ അധിക്ഷേപമോ ഉണ്ടായിട്ടില്ലെന്നും ആനന്ദിന് വിഷാദരോഗമുണ്ടായിരുന്നെന്നും ട്രെയിനിങ്ങിന്റെ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് പേരൂർക്കട പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഇത് ക്യാമ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ന്യായീകരണം മാത്രമാണെന്ന് ആനന്ദിന്റെ സഹോദരൻ അരവിന്ദ് ആരോപിച്ചു. 16-ന് 2 കൈകളിലും മുറിവുണ്ടാക്കി ആനന്ദ് ജീവനൊടുക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ ക്യാമ്പിലെത്തിയ തങ്ങളോട് ആനന്ദിന്റെ കൈകളിൽ 5 തുന്നിക്കെട്ടുണ്ടെന്ന് ബറ്റാലിയൻ DIG പറഞ്ഞതായി അമ്മ ചന്ദ്രിക അശോകൻ വെളിപ്പെടുത്തി. കൈകളിലെ മുറിവ് കാണിക്കാതെ ഫുൾ കൈ ഷർട്ടിട്ടാണ് അന്ന് ആനന്ദ് സംസാരിച്ചത്. ചെറിയ മുറിവ് മാത്രമേ ഉള്ളൂവെന്നാണ് പറഞ്ഞത്. 5 തുന്നിക്കെട്ട് ഉണ്ടായിരുന്നുവെന്നതറിഞ്ഞത് ബറ്റാലിയൻ DIGയിൽ നിന്നാണെന്നും അമ്മ പറഞ്ഞു. തുന്നിക്കെട്ടിനെ സംബന്ധിച്ച് ഫോണിലൂടെ ആനന്ദിനോട് ചോദിച്ചെങ്കിലും ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറിയതായും ഉദ്യോഗസ്ഥരെ പേടിച്ചിട്ടാണോ എന്ന് സംശയിക്കുന്നതായും അരവിന്ദ് പറഞ്ഞു.
കുടുംബത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ധാരണയുള്ളതിനാൽ ആത്മഹത്യയെക്കുറിച്ച് ആനന്ദ് ചിന്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അരവിന്ദ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് ആനന്ദിനെ ബാരക്കിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ക്യാമ്പ് അധികൃതർ നൽകിയ വിവരങ്ങളിലും സംശയമുണ്ടെന്നാണ് കുടുംബത്തിന്റെ പക്ഷം. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാളെ അതേ സ്ഥലത്ത് തുടരാൻ അനുവദിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. ക്യാമ്പിൽ തന്നെ തുടർന്നോളാമെന്ന് SAPയിലെ പോലീസ് കുടുംബത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ആനന്ദിന് ക്യാമ്പ് അധികൃതരുടെ ഭീഷണി ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. സംഭവത്തിൽ ക്യാമ്പിനുള്ളിൽ വീഴ്ച സംഭവിച്ചോ എന്നത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ബറ്റാലിയൻ DIG അരുൾ B കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ വനിതാ ബറ്റാലിയൻ കമാൻഡന്റിനാണ് അന്വേഷണ ചുമതല. അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ADGP S ശ്രീജിത്തിന്റെ നിർദ്ദേശം. കേന്ദ്ര സർക്കാർ GST 40% വർദ്ധിപ്പിച്ചപ്പോൾ വർധനവിന്റെ മറവിൽ അമിത ലാഭമുണ്ടാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വഞ്ചന അനുവദിക്കാവുന്നതല്ലെന്ന് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. അധികമായി കണ്ടെത്തേണ്ട ₹3.35 വെറും 40 പൈസ മാത്രമാണ് സർക്കാരിന്റെ ലാഭത്തിൽ നിന്ന് കുറവ് വരുത്തിയത്. ബാക്കി വരുന്ന ₹2.95 കമ്മീഷനിലും ഏജൻസി ബോണസിലും സമ്മാനങ്ങളിലും കുറവ് വരുത്തിയാണ് സർക്കാർ സ്കീം തയ്യാറാക്കിയിരിക്കുന്നതെന്നും യോഗം കുറ്റപ്പെടുത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വടക്കേവിള ശശി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് OB രാജേഷ് അധ്യക്ഷനായി. പുനലൂരിൽ യുവാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കലയാനാട് ചരുവിള വീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കൃത്യം നടത്തിയതിനു ശേഷം പ്രതി ഐസക് കൊലപാതക വിവരം ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയായിരുന്നു. ഒളിവിൽ പോയ പ്രതി പുനലൂർ സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. കുടുംബ പ്രശ്നങ്ങൾ കാരണമായിരുന്നു കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കുടുംബ പ്രശ്നങ്ങൾ കാരണം പ്രതിയും ഭാര്യയും 2 വീടുകളിലായിരുന്നു താമസം. ശാലിനിയും മക്കളും അമ്മയോടൊപ്പം താമസിച്ചു വരികയായിരുന്നു. ശാലിനി ഒരു സ്കൂളിലെ ആയയാണ്. ജോലിക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടയിലാണ് പ്രതി വെട്ടിക്കൊന്നത്. സംഭവ സമയത്ത് ഇവരുടെ ഒരു മകൻ വീട്ടിലുണ്ടായിരുന്നു. മകന്റെ അലർച്ച കേട്ടാണ് അയൽവാസികൾ വീട്ടിലേക്ക് ഓടിക്കൂടിയത്. ഇതോടെ ഐസക് രക്ഷപ്പെടുകയായിരുന്നു. ഐസക് പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്, ഞാൻ ഭാര്യയെ കൊന്നുകളഞ്ഞു. ഞാൻ അറിയാതെ ശാലിനി സ്വർണ്ണങ്ങൾ പണയം വെച്ചു. ഞാൻ കൊടുത്ത മോതിരവും പണയം വെച്ചു. പറഞ്ഞതനുസരിച്ചില്ല. എനിക്ക് 2 മക്കളാണ്. അവർക്കൊന്നും വിഷമമുണ്ടാകില്ല. ഭാര്യയ്ക്ക് ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കിയ മുതലുകൾ എല്ലാം നശിപ്പിച്ചു. അവൾ അമ്മയോടൊപ്പം താമസിക്കുകയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഭാര്യ ആ വീടും ആവശ്യപ്പെട്ടു. ഏതോ ജോലിക്കാണ് ഇപ്പോൾ പോകുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. പാർട്ടിയിലും പ്രവർത്തിക്കുന്നുണ്ട്. അതും എനിക്കിഷ്ടമില്ല. പാർട്ടിയിലുള്ളവർ അവർക്ക് പിന്തുണ കൊടുത്തിരുന്നു. 86,000 രൂപയ്ക്കാണ് പണയം വെച്ചത്. അത് എന്തു ചെയ്തെന്നറിയില്ല. വീണ്ടും 20,000 രൂപയ്ക്ക് പണയം വെച്ചു, ഐസക് പറഞ്ഞു. വിമാനത്തിന്റെ പിൻചക്രത്തിന്റെ ഭാഗത്ത് ഒളിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു 13 വയസ്സുകാരൻ എത്തിയ സംഭവം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. എങ്ങനെയാണ് ഈ സാഹസിക യാത്ര നടത്തിയ കൗമാരക്കാരൻ അപകടം കൂടാതെ ഇന്ത്യയിലെത്തിയതെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ തലസ്ഥാനമായ കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ട KAM എയറിന്റെ വിമാനത്തിലായിരുന്നു ഇന്നലെ ഈ കുട്ടി യാത്ര ചെയ്തത്. ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും രാവിലെ 8:46 പുറപ്പെട്ട വിമാനം 10:20 ഡൽഹിയിൽ ലാൻഡ് ചെയ്തിരുന്നു. കുട്ടി സുരക്ഷിതനാണെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അഫ്ഗാൻ വേഷമായ കുർത്തയും പൈജാമയും ധരിച്ചായിരുന്നു കുട്ടി വിമാനത്തിന്റെ ചക്രഭാഗത്തിനിടയിൽ ഒളിച്ചിരുന്നത്. ഇറാഖിലേക്ക് കടക്കാനായിരുന്നു കുട്ടിയുടെ ശ്രമം എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വിമാനം മാറിക്കയറി ഇന്ത്യയിലെത്തുകയായിരുന്നു 13കാരൻ. കുട്ടി സുരക്ഷിതനെങ്കിലും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. കാബൂൾ വിമാനത്താവളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് ഈ സംഭവമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡൽഹിയിൽ ലാൻഡ് ചെയ്ത വിമാനത്തിൽ നിന്നും യാത്രക്കാർ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വിമാനത്താവളത്തിലെ ഏപ്രൺ ഭാഗത്ത് സംശയകരമായ സാഹചര്യത്തിൽ ഒരു കുട്ടിയെ സുരക്ഷാ ജീവനക്കാർ കണ്ടെത്തിയത്. കുട്ടിയെ CISF കസ്റ്റഡിയിലെടുത്ത് വിമാനത്താവളത്തിലെ പോലീസിന് കൈമാറി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സംഭവം വ്യക്തമായത്. പ്രായപൂർത്തിയാകാത്ത വ്യക്തി എന്ന നിലയിൽ നിയമ നടപടികളിൽ ഇളവുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. 1.5 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയിൽ അതികഠിനമായ തണുപ്പ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ കുട്ടി എങ്ങനെ മറികടന്നു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ വീൽ ബേയിൽ ചക്രങ്ങൾ തിരിച്ചെത്തിയതിനു ശേഷം ഡോറുകൾ അടഞ്ഞാൽ വിമാനത്തിനുള്ളിലെ താപനില ഇവിടെയും ഉണ്ടാകുമെന്നതാണ് ഒരു പ്രമുഖ വിമാനയാന വിദഗ്ധൻ വിശദീകരിക്കുന്നത്. വിമാനത്തിന്റെ ചക്രങ്ങൾക്കിടയിൽ കയറി യാത്ര ചെയ്യുന്ന സംഭവങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങളിലെ അതിജീവനം 5-1 മാത്രമാണെന്നും വിദഗ്ധർ പറയുന്നു. ഇന്ത്യയിൽ ഇത് 2ാമത്തെ സംഭവമാണ്. 1996 ഒക്ടോബർ 14 ആദ്യ സംഭവം. ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസിന്റെ ബോയിങ് 747 വിമാനത്തിൽ ഇത്തരത്തിൽ 2 പേർ യാത്ര ചെയ്തിരുന്നു. സഹോദരന്മാരായ പ്രദീപ് സൈനി, വിജയ് സൈനി എന്നിവരാണ് അന്ന് യാത്ര നടത്തിയത്. എന്നാൽ വിമാനം ഹീത്രോ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ഇവരിൽ ഒരാൾ മരിച്ചിരുന്നു.